അരുണ്, ഞാനിപ്പോൾ അരുൺ പറഞ്ഞ ഒന്ന് പറഞ്ഞിട്ട് ഒരു കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ട്രംപിന് ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ അവിടെ മയോ ക്ലിനിക് ഉൾപ്പെടെയുള്ള ആശുപത്രികളുണ്ട്. എനിക്കും അരുണിനും അവനിലും ഒക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലൊക്കെ ഉള്ളവരണേ. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ടാണ് 12 പേരെ എടുക്കുമ്പോൾ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കണം. കേരളത്തില് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സക്കുള്ള അവാർഡ് നിങ്ങൾ തന്നെയാണ് തന്നത്, കേന്ദ്രം. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊക്കെ നിലനിന്നാലേ നമുക്ക് സംസാരിക്കാൻ ചർച്ച നടത്താനൊക്കെ ഉള്ളൂ. ട്രംപ് അവിടെ ചികിത്സിച്ചോളും, വരട്ടെ. ഇനിയിപ്പോൾ മാധു ഇവിടെ ചോദിച്ചില്ലേ, കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പ് ഇതേ ഫ്ലോറിൽ അന്നൊരു HDC മെമ്പർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാത്തത്. പിന്നെ HDC മീറ്റിങ്ങിനെ കുറിച്ച് ഉൾപ്പെടെ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ഈ ചർച്ച കഴിഞ്ഞ ദിവസം ഈ വിഷയം വന്ന് ചർച്ചയ്ക്ക് വരുന്നതിന് അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരോട് സംസാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത് ഓപ്പറേഷന് പോയ, അതായത് ഞങ്ങളുടെ തിരുവനന്തപുരം ഈ വെസ്റ്റ് മണ്ഡലം എന്ന് പറയും, ആ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ മണക്കാട്, തിരുവനന്തപുരം കോർപ്പറേഷൻ മണക്കാട് വാർഡിൻ്റെ കൗൺസിലറായിട്ടുള്ള സുരേഷ്, ഞാൻ പേരുൾപ്പെടെ പറയണം. സുരേഷ് ഒരാഴ്ച മുമ്പ് ഒരു സർജറിക്ക് അവിടെ പോയിരുന്നു. അപ്പോൾ സുരേഷ് പറഞ്ഞത്, ചേട്ടാ സർജറിക്ക് അവിടെ ചെന്നിട്ട് ചില ഡോക്ടർമാർ ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ കിറ്റ് കിട്ടും, അത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരണം. അവിടെ ചെല്ലുമ്പോൾ 15,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. ഞാൻ ആളുടെ പേരുൾപ്പെടെ പേഷ്യൻ്റെ സുരേഷിനോട് ചോദിച്ചാൽ പറഞ്ഞത് പേഷ്യൻ്റെ പേരാണ്. മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ചില മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. അവിടെ 15,000 രൂപ നമ്മൾ കൊടുക്കുമ്പോഴേക്കും അവരൊരു കിറ്റ് തരും. ഈ നമ്മുടെ കൗൺസിലർ രാഷ്ട്രീയക്കാരൊക്കെ കിറ്റ് ആദ്യം ഈ സുരേഷ് ആദ്യം കാണുകയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ആ കിറ്റ് തിരിച്ച് സർജറി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് സ്റ്റെറിലൈസ് ചെയ്യൂ, കാരണം ഇത് ഉപയോഗിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കണേ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളതിൽ തിരിച്ചു തരും. തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അവർ 7,000 രൂപ 2-3 മണിക്കൂറിൻ്റെ വാടകയായിട്ട് 7,000 രൂപ എടുത്തിട്ട് അവർ ഈ കിറ്റങ്ങ് വാങ്ങിക്കും. 7,000 രൂപ നമുക്ക് തിരിച്ചു തരും. അതായത് ഈ 15,000 രൂപ ഡെപ്പോസിറ്റ് വാങ്ങിക്കണമെങ്കിൽ 15,000 രൂപയ്ക്ക് താഴെ മാത്രം വിലയുള്ള ഉപകരണം എന്തെങ്കിലുമൊക്കെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കാം. ഇല്ലെങ്കിൽ അവർ അതിനേക്കാൾ കൂടുതൽ വാങ്ങിക്കുമല്ലോ ഒരു പക്ഷേ. 7,000 രൂപ എൻ്റെ വാടകയായിട്ട് എടുക്കുകയാണ്. ഇത് അരുണിന് സംശയം ഉണ്ടെങ്കിൽ അരുണോ മാധ്യമപ്രവർത്തകരോ ഇപ്പോൾ സുരേഷ് ടൗണിലുണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഉൾപ്പെടെ പറഞ്ഞു തരും. ഇങ്ങനെ നടക്കുന്ന ഒരു ആശുപത്രി, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവൻ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ആൾ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ നടക്കുന്ന ഒരു ആശുപത്രിയെക്കുറിച്ചാണ് അരുൺ പ്രൊസീജിയർ പറയുന്നത്. അവിടെ അവയവം അടിച്ചുകൊണ്ട് പോയ സംഭവമുണ്ട് ആംബുലൻസിൽ നിന്ന്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയം ഒരുപാട് പോകും. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യം, നേരത്തെ അരുൺ പറഞ്ഞോന്ന് ഞാൻ ഓർക്കുന്നില്ല. അതായത് മന്ത്രി ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം നമ്മൾ അന്നായിരുന്നു ആ വിഷയം ചർച്ച ചെയ്ത്. വീണ ജോർജ് വന്നിട്ട് പറഞ്ഞു ഹാരിസ് ഡോക്ടറുടെ കസ്റ്റഡിയിൽ നിന്ന് ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ആ ഉപകരണം കിട്ടി. അന്ന് മുഴുവൻ മാധ്യമങ്ങളും ചർച്ചയായിരുന്നു. ആ ഡോക്ടർ അദ്ദേഹം വളരെ വറീഡായിരുന്നു അദ്ദേഹം. കാരണം മന്ത്രി ഇത് പറയുകയാണ്. ആ ഒരു ലൈൻ കണ്ട ഉടൻ തന്നെ മന്ത്രി ഈ വിഷയം മുഴുവനും തിരിച്ച് ഹാരിസിനെ, മാധു ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, മാധു ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തെ തെറ്റുകാരനാക്കാൻ വേണ്ടി അന്ന് തന്നെ പരിശ്രമം തുടങ്ങി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഉപകരണം കിട്ടിയല്ലോ. ഒരു ഗവൺമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രിയാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ഇത്രയും നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചത്. ആ മന്ത്രിക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. മറ്റൊന്ന് ഞാൻ പറയാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഡോക്ടർ ഹാരിസ് ഗവൺമെൻറ് ഭാഗമാണെന്ന്. ഞങ്ങൾ സമ്മതിക്കുന്നു അരുണേ, ഡോക്ടർ ഹാരിസ് ഗവൺമെൻറ് ഭാഗം തന്നെയാണ്. ഞങ്ങളുടെ ഭാഗം അദ്ദേഹം ആകാൻ പാടില്ല. ഈ വിഷയം വന്ന ഉടൻ തന്നെ അദ്ദേഹം താമസിക്കുന്ന കമലേശ്വരത്താണ്. ഞങ്ങളൊക്കെ പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാം. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ നിമിഷം തന്നെ അദ്ദേഹത്തെ ഒന്ന് കാണാം, അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൊടുക്കാമെന്ന് കരുതി. പക്ഷേ പോകണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഞങ്ങളുടെ എങ്ങാനും നിഴല് കമലേശ്വരം വഴി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ സഹാക്കന്മാരെ കൂടെ, സൈബർ സഹാക്കന്മാരെ കൂടെ ഇറങ്ങി ആ പാവത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും. നമ്മുടെ ആരുടെയെങ്കിലും പിന്തുണയുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം BJP-കാരനാണ്, അദ്ദേഹം അതുകൊണ്ട് ഗവൺമെൻറ് തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം ആകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. നിൽക്കട്ടെ, ശരി, ഓക്കെ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ അവിടുത്തെ CCTV, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. CCTV അവിടെ ആ മുറിക്കകത്തോട്ട് ആരോ കയറിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ, എന്ന് മാധവ് സമ്മതിച്ചിട്ടുണ്ടല്ലോ അവർ. ആ മുറിക്ക് അവിടെ ആ ഡോക്ടർ ഹാരിസിൻ്റെ റൂമിൻ്റെ ചുറ്റുവട്ടത്തൊരു 4-5 CCTV അല്ലേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ മുഴുവനായിട്ടാണ് ആ കോമ്പൗണ്ടിൽ 100-150 CCTV കാണും. ഈ 4-5 CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നേ. എന്താ വല്ല ഒടിയനാകാനാണ് കയറിപ്പോയത്? ഇനി ഒടിയന്മാർ മെഡിക്കൽ കോളേജിൽ റൂമിനുള്ളിൽ കടന്നു കയറുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോ? എന്ത് നാണം കെട്ട പരിപാടിയാണ് ഒരു ഗവൺമെൻറ് കാണിച്ചിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ഇല്ലാത്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുറി തുറന്ന് പരിശോധന നടത്തിയിട്ട് വേറൊരു പൂട്ടുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടില്ല, അദ്ദേഹം സസ്പെൻഷനിലല്ല. ഇപ്പോഴും അദ്ദേഹം ലീവിലാണെങ്കിലും അദ്ദേഹം അവിടുത്തെ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ്, ഡോക്ടറാണ്. അദ്ദേഹം ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂം തുറന്ന് പരിശോധിച്ചിട്ട് വേറെ പൂട്ടാനായിട്ട് ഇത്രയും ഒരു ഗവൺമെൻറ് തന്നെ ഇത്രത്തോളം നാണം കെട്ട ഒരു കാര്യം ഒരാളിനെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ആ CCTV പരിശോധിക്കണം. CCTV പരിശോധിക്കുവാനുള്ള എല്ലാ സിസ്റ്റവും ഇന്നുണ്ട്.
10 മിനിറ്റ് കൊണ്ട് 5 CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ ആരാണ് അതിനകത്ത് കയറിയിട്ട് ആ ഉപകരണം ഇവിടെ വെച്ചത്, അവിടെ ക്രമക്കേട് നടത്തിയത്, അവിടെ മാനിപ്പുലേഷൻ നടത്താൻ ശ്രമിച്ചത്? ഉപകരണം കൊണ്ടുപോയോ എന്നതുപോലും പറയുന്നില്ല. ഈ പറയുന്ന കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഡെലിവറി ചെയ്തതോ എന്തെങ്കിലും ഒരു ബോക്സ് ഉണ്ടോ എന്നതുപോലും പറയുന്നില്ല. ഒരാൾ അതിലെ പോകുന്നതായി CCTV കണ്ടു എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ നൂറുകണക്കിന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ 24 hours പര്യാപ്തമല്ല എന്നുള്ളതാണ് പറയുന്നത്.